ഇവിടെ സീതാദേവിയെ ചേടാറ്റിലമ്മയായിട്ടും ലവകുശന്മാരെ മുരിക്കന്മാരായിട്ടുമാണ് ഇവിടെ ആരാധിച്ചു പോരുന്നത് കേട്ടോ. ഈ ചേടാറ്റിലമ്മ എന്ന് പറയുന്ന ഒരു കഥയ്ക്ക് പിന്നിൽ ഈ പേരിന് പിന്നിൽ ഒരു കഥയുണ്ട്. അതായത് ജടയറ്റ കാവാണ് ചേടാറ്റിലമ്മയായിട്ട് മാറിയത്. അതായത് അശ്വമേധത്തിന് ഇങ്ങോട്ട് ശ്രീരാമൻ അയച്ച അശ്വത്തെ മക്കളായ ലവകുശന്മാർ പിടിച്ച് കെട്ടിയത്രേ. പിടിച്ച് കെട്ടിയിട്ടാകുമ്പോൾ ശ്രീരാമൻ യാഗാശ്വത്തെ സ്വതന്ത്രനാക്കാൻ വന്ന സമയത്ത് സീതാദേവിയെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാം, അയോധ്യയ്ക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് സീതാദേവിയെ വിളിക്കുന്ന സമയത്ത് സീതാദേവിക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് മനസ്സിലായിരുന്നു. ആ സമയത്താണ് സീതാദേവി ഭൂമി പിളന്നിട്ട് താഴെ ഭൂമിക്ക് പോകുമ്പോഴത്തേക്ക് രാമൻ വന്നിട്ട് ഇങ്ങനെ പിടിക്കാൻ നോക്കി. ആ പിടിക്കാൻ നോക്കുന്ന സമയത്ത് തലമുടി മാത്രം കയ്യിൽ വന്നു. അതാണ് ജടയറ്റൻ കാവ്. ജടയറ്റൻ കാവാണ് ചേടാറ്റിക്കാവിലായിട്ട് മാറിയത്. ഇന്ന് ഈ ക്ഷേത്രം, ഈ ചേടാറ്റിൻ കാവും സീതാദേവി പോയ ആ സ്ഥലവും എല്ലാം ഇവിടെ ഉണ്ട്. 1 കിലോമീറ്റർ ദൂരത്താണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുൽപ്പള്ളി സീതാദേവി ടെമ്പിളിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമാണ് ഇപ്പോൾ ഈ ക്ഷേത്രം, ഈ ചേടാറ്റിലമ്മ. അതായത് സീതാദേവി ചേടാറ്റിലമ്മ എന്ന പേരിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്രം അശ്വമേധയാഗത്തിന് ശ്രീരാമൻ അയോധ്യയിൽ നിന്ന് അയച്ച അശ്വത്തിന് ഇവിടെ മക്കൾ ലവകുശന്മാർ പിടിച്ച് കെട്ടിയ സമയത്ത് അതിനെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയിട്ട്, അശ്വത്തിനെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് സീതാദേവിയെ കണ്ടിട്ടാകുമ്പോഴത്തേക്ക് ശ്രീരാമന് വിഷമം തോന്നിയിട്ട് തിരിച്ചിട്ട് നമുക്ക് അയോധ്യയിലേക്ക് പോകാൻ സീതയോട് പറയാണ്. അപ്പോൾ സീതാദേവിക്ക് അവർക്ക് ഇഷ്ടമാണ്. പക്ഷേ സീതാദേവിയുടെ അഭിമാനം അതിന് സമ്മതിക്കണില്ല. സീതാദേവി എന്താ ചെയ്തറിയോ, ആ ഒരു സ്ഥലമാണ് ഈ പറയണേ, ഞാൻ അത്ര പ്രാധാന്യത്തോടെ പറയാണ്. ഈ ഒരു സ്ഥലമാണ് സീതാദേവി, എല്ലാവരും ഉണ്ടായിരുന്നു. അതായത് ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാരും പിന്നെ വന്നിട്ട് ലവകുശന്മാർ, വാൽമീകി മഹർഷി, എല്ലാവരും, ഹനുമാനും എല്ലാവരുടെ സാന്നിധ്യത്തിലാണ് സീതാദേവി ഭൂമി പിളന്നിട്ട് ഭൂമിയിലേക്ക് ഇങ്ങനെ ആണ്ടു പോകുമ്പോഴേ ശ്രീരാമൻ ഇങ്ങനെ ദേവി പോകുമ്പോൾ ദേവി പോവലേ എന്നിട്ട് പിടിച്ചത് സീതാദേവിയുടെ തലമുടി മാത്രമായിരുന്നു കിട്ടിയത്. ആ ഒരു സ്ഥലമാണിത്. അതാണ് ഇവിടെ ജടയറ്റൻ കാവ് എന്നുള്ള, ജടയറ്റ കാവ്, ജടയറ്റൻ കാവ് എന്നുള്ള ആ ഒരു സ്ഥലപ്പേരും ആ ഭൂമി പിളന്ന് പോയ ആ ഒരു സ്ഥലമാണ്. ഇവിടെ നിൽക്കുമ്പോഴെന്തോ വല്ലാത്തൊരു വിഷമം, എന്തോ ഒരു മാതിരിയാണേ. അപ്പോൾ ചേടാറ്റിലമ്മ എന്നുള്ള പേരിലാണ് സീതാദേവി ഇവിടെ കുടികൊള്ളുന്നത്. അത് അമ്മ കുടികൊള്ളും, സീതാദേവി അമ്മ കുടികൊള്ളുന്ന ഇതാണ്. നമ്മൾ കയറി വരുമ്പോൾ ഒരു വലിയ കാടാണ്, കാട് വനം തന്നെയാണ്. ആ വനത്തിൻ്റെ നടുവിലാണ് ഈ ക്ഷേത്രം. കയറി വരുമ്പോൾ നമ്മൾ കാണുന്ന സപ്തമാതൃക്കളുടെ ഒരു ശ്രീകോവിലാണ്. അത് കഴിഞ്ഞിട്ട് വലതേ ഭാഗത്ത് അമ്മ സീതാദേവി അവിടെ ആ ഒരു ഇതിലും കുടികൊള്ളുന്നുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും.